ഹലോ വെൽക്കം ബാക്ക്. ഇതൊരു വെഡ്ഡിംഗ് ഡേ വ്ളോഗാണ്. നമ്മളുടെ ഫ്രണ്ടിൻ്റെ നിക്കാഹ് ഡേ ആണ്. അപ്പോൾ ഞാനും അജിനും പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഫുള്ളൊക്കെ ഞാൻ കാണിക്കാട്ടോ. ഞാൻ വിചാരിച്ചു കാറിൽ കയറുന്നതിന് മുമ്പ് ഒരു ഇൻട്രോ എടുത്ത് വെക്കാം. എന്നും കാര്യം എന്നാണല്ലോ ഇൻട്രോ. അപ്പോൾ ഒരു വ്യത്യസ്തത ആരാണ് ആഗ്രഹിക്കുകയാണ്. അതാണ് ഒരു ഹറി വെറിയായിട്ടുള്ള ഈ ഒരു ഇൻട്രോ. അപ്പോൾ ഇന്നൊരു നല്ലൊരു ഹാപ്പിനെസ് നിറഞ്ഞ വ്ളോഗായിരിക്കും. അവിടെ ചെന്നിട്ട് എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. അജ്മലിൻ്റെ ഹസ്നയുടെയും വെഡ്ഡിംഗ് ആണ്. സോ ഇനി അവിടെ ചെന്നിട്ട് എല്ലാവരെയും കാണിക്കാം. വെൽക്കം ടു വെഡ്ഡിംഗ് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയല്ലേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളങ്ങനെ അജ്മലിൻ്റെ വീട്ടിലെത്തി. അജിൻ ഹലോ. നമ്മളങ്ങനെ വീട്ടിലെത്തി. നമ്മുടെ കല്യാണ ചെക്കൻ്റെ റെഡി ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഫോട്ടോ എടുക്കുന്ന അനൂബ്രോ കേട്ടോ. അജിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അജ്മൽ. അപ്പം അജിന് അതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാതെ ഫുൾ ടൈം കല്യാണത്തിൽ അടിപൊളിയായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പോവുകയാണ്. ഉപ്പയും ഉമ്മയാണ് രാവിലത്തെ സെക്ഷനോ ഫോട്ടോസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അജ്മലിന് 2 സിബ്ലിങ്സ് ആണ്, ഒരു സിസ്റ്ററും ഒരു ബ്രദറും. അപ്പം ഇതാണ് നമ്മുടെ സിസ്റ്റർ പാത്തുവിൻ്റെ കൂടെയുള്ള ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞ് അനിയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് അനിയും വന്നു, പക്ഷേ അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. അങ്ങനെ രാവിലത്തെ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം പിന്നെ അവിടെ ചെറിയൊരു പ്രാർത്ഥനയും ചടങ്ങുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് പോയി. അപ്പം ആ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഓഡിറ്റോറിയത്തിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അടുത്ത വർക്ക് നമ്മളെ കൂടെ വിളിക്കണേ. കണ്ട ഈ വീഡിയോ 360 കറങ്ങി എടുത്തേക്കുന്ന കേട്ടോ. എന്നാ ഞാൻ എന്റെ തടിയൊന്നും പറയുന്നില്ല. നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിലോട്ട് പോവാ. വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല തിരക്കായിരുന്നു രാവിലെ. ഇറങ്ങുന്നതിൻ്റെ ഒരു തിരക്കുണ്ടല്ലോ, ഫംഗ്ഷൻ ഇറങ്ങുന്നതിൻ്റെ. അപ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്തൊക്കെയോ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ഇറങ്ങിയിട്ട് സുധിയുടെ വീട്ടിൽ വന്ന് ഗൗരി റെഡി ആയിട്ടില്ല. അപ്പോൾ ഗൗരിയും കൂടെ പിക്ക് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഗൗരീനെ റെഡിയാക്കി ഇറക്കട്ടെ. ഗൗരി, ഇതാണ് അവരുടെ ചിച്ചിലു. ഹലോ ഹലോ ചുട്ടുമണി. ഇതാണ് സുധിയുടെയും ഗൗരിയുടെയും ചുട്ടുമണി. ഞങ്ങളിവിടെ ലാസ്റ്റ് റൗണ്ട് ഓഫ് റെഡിയാകലാണ്. ഒരു കുട്ടിയെ നിപ്പിലൊരുക്കി ഇറങ്ങിയതാണ് നിങ്ങളിപ്പോൾ കാണും. നിങ്ങൾ നോക്കിക്കാൻ അവര്. അപ്പൊ ഞങ്ങള് പോവാ. താഴെ പോയിട്ട് വണ്ടിയിൽ കയറാം. വെയിറ്റ് ചെയ്യും. കമോൺ. ഞങ്ങളിവിടെ 1.25 മണിക്കൂറോളമായി ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. ബ്ലോക്ക് മാറിയാലും നമുക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ദിയർ പോസ്റ്റ് മൂവി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഫംഗ്ഷൻ തുടങ്ങുമ്പോഴത്തേക്കും എത്തണം. അതാണ് ബ്ലോക്ക്. കാരണം ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ ഇടം പോലും കിട്ടിയില്ലല്ലോ. നല്ല വേഗമുണ്ട്. വാ വേഗം ഉള്ളിൽ കയറാം. തിരക്കുണ്ടോ? ഇവിടെ വൻ ബ്ലോക്കാണ്. തൊട്ടപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ കയറുന്നത് നമ്മൾ ഇത്രയും നടന്നത്. വണ്ടിയൊന്നും കയറത്തില്ല ഇവിടെ. ഇവിടെ വൻ തിരക്ക്. എന്ത് തിരക്കല്ലേ. ഞങ്ങളായി ഒന്ന് കറങ്ങി പോയി. എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യാതെ. ഞങ്ങൾ ആ തെളിഞ്ഞിടയ്ക്കുന്നൊരു വാട്ടർമെലൺ ജ്യൂസ് എടുത്തു. നല്ല തിരക്ക്. എനിക്കറിയാൻ വയ്യ. പെട്ടെന്ന് ഞങ്ങളങ്ങ് ഓക്കേഡായി പോയി. എങ്ങോട്ട് പോകണമെന്നറിയാൻ വയ്യ. തിരക്ക് വരുന്നു. ഇങ്ങോട്ട് എങ്ങനെ കയറുന്ന ഒരു ഐഡിയ ഇല്ല. നല്ല തിരക്കാം. നമ്മളുടെ എത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം കല്യാണമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫംഗ്ഷനൊക്കെ ഇല്ലായിരുന്നു. ബ്രൈഡൊക്കെ നമ്മൾ സ്റ്റേജിൽ എൻ്റർ ആയി. ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. നല്ല തിരക്കുണ്ട്. ഞങ്ങളങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് വന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബ്ലോക്ക്? നല്ല ബ്ലോക്കായിരുന്നില്ലേ?
അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി സ്റ്റേജിലോട്ട് കയറി. കുറേ സെക്ഷൻസ് ഓഫ് ഫോട്ടോസ് സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ അജിൻ്റെ കോളേജ് മേറ്റ്സിൻ്റെ കൂടെയാണ്. അജിനും അജ്മലും കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവരുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സാണ് ഷിജിനയും റൂബിയും. അപ്പോൾ ഷിജിനയുടെ കൂടെ ഷിജിനയുടെ ഫാമിലി ഉണ്ടായിരുന്നു. റൂബിയുടെ കൂടെ മോൾ ഉണ്ടായിരുന്നു, പക്ഷേ അവൾ സ്റ്റേജിലോട്ട് വന്നില്ല കേട്ടോ, അനിയത്തിൻ്റെ കയ്യിലിരുന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമേ അവരുടെ കൂടെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് നെക്സ്റ്റ് സെക്ഷൻ നമ്മുടെ കൂടെ സുധിയും ഗൗരിയും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്തു. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തായിരുന്നു, അല്ലേ പിന്നെ ഇതൊക്കെ മിസ്സാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഞാനും അജിനും മാത്രം നിന്നും ഫോട്ടോ എടുത്തു. അങ്ങനെ കുറേ നേരം നമ്മൾ സ്റ്റേജിലങ്ങ് നിന്ന്, കാരണം എല്ലാം കവർ ചെയ്തെടുക്കണമല്ലോ. ഇതൊക്കെ നമ്മളൊരു മെമ്മറി അല്ലേ, കുറേ നാൾ കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ സന്തോഷമുള്ളൊരു മെമ്മറി. അജ്മൽ എൻ്റെ അജിൻ്റെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അജ്മലിൻ്റെ വെഡ്ഡിങ്ങിൽ മാക്സിമം നമുക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡിനെ ഇതുവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. അപ്പോൾ ഇതാട്ടോ അജ്മലിൻ്റെ സ്വന്തം ഹസ്ന. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെയുള്ള ഫോട്ടോസ് കൂടെ എടുത്ത ശേഷം നമ്മുടെ സ്റ്റേജിലെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് വന്നു. പിന്നെ അജിനും റൂബി ഷിജിനെയും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കൂടെ ഞാൻ വീഡിയോ എടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സുധീനെ ഗൗരിനെ ഞാൻ ഇനി പരിചയപ്പെടുത്തേണ്ടല്ലോ, ഓൾറെഡി നിങ്ങൾക്ക് അവരെ രണ്ടുപേരെ അറിയായിരിക്കും. ഇതിനു മുമ്പ് അവരുടെ വെഡ്ഡിംഗ് വ്ളോഗ്, പ്രീ വെഡ്ഡിംഗ് വ്ളോഗ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് കേട്ടോ ഗൈസ്. ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അജിന് അവരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരാളെ കാണിക്കാൻ വേണ്ടി വിട്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, റൂബിയുടെ വാവ അനിയത്തിടയിലാണ്. ഇതാണ് നമ്മുടെ ഹൈഫ കുട്ടി, നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു ഹായ് പറയാൻ വന്നപ്പോൾ ചിരിച്ചാണ് ചേട്ടൻ. വാവ താഴെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അവളെ കാണിച്ചു തരാം, ഫുഡ് കഴിക്കാൻ നേരം കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോളിലോട്ട് വന്നു. അങ്ങനെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പം എൻ്റെ റൂബിയുണ്ട്, ഹൈഫയുണ്ട്, സുധിയുണ്ട്, ഗൗരിയുണ്ട്, ഞാനുണ്ട്, അജിനുണ്ട്, പിന്നെ റൂബിയുടെ വാവയുണ്ട്. അങ്ങനെ ഫുഡ് അപ്പോഴത്തേക്ക് എത്തി. നല്ല കിടിലം ബിരിയാണി ആയിരുന്നു, അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഒരു പേഴ്സണലി ബിരിയാണി ഫാനൊന്നുമല്ല, എനിക്കങ്ങനെ ബിരിയാണി ഇഷ്ടവുമല്ല. പക്ഷേ കല്യാണത്തിന് കിട്ടുന്ന ഒരു പ്രത്യേക ബിരിയാണി ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണ് അതിന്. ഞാൻ അതിനോട് എപ്പോഴും അത് പറയും, നമ്മൾ നോർമലി അങ്ങനെ ബിരിയാണി കഴിക്കത്തില്ലെങ്കിലും ഈ ബിരിയാണി ടേസ്റ്റ് ചെയ്യും. അതുപോലെ ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ ചിക്കനും അതും കിടിലായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ആ ഒരു വ്ളോഗ്, അതായത് വീഡിയോ എടുക്കാനും കഴിക്കാനും ഒരു ബാലൻസ് ഇടുന്നില്ല. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആൾക്കാരെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ക്യാമറയൊക്കെ സൈഡിൽ വെച്ചാൽ കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനും അജിനും ഞങ്ങളൊരുമിച്ചൊരു ഫ്രെയിമിൽ കാണിച്ചില്ല. അപ്പം ഞാൻ സുധീരെ ജസ്റ്റ് ക്യാമറ ഒന്ന് കൊടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഫാമിലിയായിട്ട് വരിക മാറ വയ്യ, ഞാൻ അവരുടെ വ്ളോഗ് ചെയ്തോണ്ടിരിക്കുക. ഡാൻസ് കളിച്ചേ അല്ലി ഡാൻസ് ചെയ്യോ? അല്ലി ഡാൻസ് കളിച്ചേ. അല്ലി അല്ലി ഇളം പൂ ഒരു പാട്ട് പാടിയേ. അതങ്ങെടുത്ത് കളയാമല്ലോ. ഡാൻസ് കളിക്കോ പൊന്നെ? പൊന്ന് ഡാൻസ് കളിക്കുന്ന എങ്ങനെ നോക്കട്ടെ. യോ ഷുട്ട് ആ ജിമ്മക്കൊക്കെ നോക്കി, ഷുട്ട് പണി ജിമ്മക്ക. ഓ സന്തോഷം കണ്ടോ കൊച്ചിന്റെ മണ്ട കയറിയപ്പോ? നോ 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 ഇല്ല, എനിക്ക് ഇഷ്ടമായി ഡാഡി. അപ്പൊ നമ്മളുടെ വെഡ്ഡിങ് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് ഇനി ബാ. ഞങ്ങളുടെ വെഡ്ഡിങ് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുത്തൊക്കെ ഇരിക്കുകയത്. ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. ഫംഗ്ഷൻ കഴിഞ്ഞ് പറഞ്ഞാൽ പോകണമെന്ന് അതിനർത്ഥം. അപ്പൊ ഞങ്ങൾ കൊച്ചിന്റെ ഐസ്ക്രീം ഓടിച്ച് അത് തിന്നുന്നൊരുത്തി. ഒറ്റയ്ക്ക് തിന്നാലും കളിയാക്കാതിരിക്കാൻ വേണ്ടി ഇവ കൂടെ കൊടുത്തത്.
ചെറുക്കനും പെണ്ണും പോയി പോണ്ടേ സുധി. ഒരു ടാറ്റ പറയോ, ഒരു ബായ് പറയോ, ഒരു ബായ് പറയോ. എല്ലാരും നോക്കുന്നുണ്ട് കൊച്ചു. ഞങ്ങളങ്ങനെ ഗൈസ് ഞാൻ പറയട്ടെ, ഇവളുടെ ഡിസംബർ 31 ഇവിടെ ഞാനൊരു സംസാരിക്കായിരുന്നു. രണ്ടുപേരുടെ വയസ്സോ നടി ഉണ്ടാക്കുന്നു. ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പോവായിരുന്നു. സുധി എനിക്കും ഗൗരിക്കും ഡയറി മിൽക്ക് വാങ്ങിച്ചു കേട്ടോ. അതാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി ശാസ്താംകോട്ട കോയലിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. വേറൊന്നുമില്ല, അവിടെ പോയി ചുമ്മാ കുറച്ച് നേരം നിൽക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, അങ്ങനെ എന്തോ ഒന്ന് തോന്നി പോകാനായിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്. നല്ല ഭംഗിയില്ല ഈ വഴി കാണാൻ. ഫുള്ളി ഒരു ഗ്രീൻ ഇലകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫുള്ളി ചെടിയൊക്കെ വളർന്നിങ്ങനെ ഇറങ്ങി കിടക്കുവാണ്. ഞങ്ങളങ്ങനെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇപ്പം നമ്മുടെ ശാസ്താംകോട്ട കായലിൻ്റെ അങ്ങോട്ടേക്ക് വന്നേക്കുവാണ്. സുധി ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു തന്നു. സോ ഇനി ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേക്കാണ്. മറ്റേ മഴയുടെ ഫീലുണ്ട് അല്ലേ, ഇവിടെ ഒരു മഴയുടെ ഫീലുണ്ട് അല്ലേ, ഒരു മഴ വരുന്ന ഒരു വെട്ടം നല്ല ഭംഗിയുണ്ട്. ഈ വെയിലാണെങ്കിൽ ടയേർഡാകും പെട്ടെന്ന്. അങ്ങനെ പേടിച്ചു. മറ്റേ അട്ടയാണോ അത്? കടത്തുകളിലൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് നടക്കും അങ്ങോട്ട്. നമ്മുടെ ശാസ്താംകോട്ട ഇങ്ങനെ ഒരു മഴയുടെ വൈബിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ. കിടിലൻ വ്യൂ ആ. ചുമ്മാ ഞാൻ നടക്കുക. ചുമ്മാ ബോറടിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേഗം വീട്ടിൽ പോകണ്ട, ഇവിടേക്ക് വന്നു നടന്നിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച്. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിൽക്കുകയായിരുന്നു. ഇവരുടെ വെഡ്ഡിങ്ങിൻ്റെ രാവിലത്തെ ഷൂട്ട് ചെയ്തത് ഈ ഒരു ഏരിയയിലായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞത്, പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. കുറേ നല്ല ഫോട്ടോസ് എടുത്ത്. പിന്നെ ആ കായലിൻ്റെ ആ ഒരു ഭംഗി, ആ മഴ പെയ്യാൻ പോകുന്നൊരു ഫീൽ കണ്ടോ, അതൊക്കെ കണ്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ തന്നെ ഇവിടുന്ന് പോകുകയാണ്. നാരങ്ങ കുടിക്കാൻ ഒരു വൈബ് ഉണ്ട്, അതുകൂടെ കുടിച്ചിട്ട് പോവാൻ ഞാൻ വെച്ചാൽ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇനി ഇവിടുന്ന് പോവാം. ഞാൻ നാരങ്ങ കുടിക്കാൻ വേണ്ടി വന്നു. ഇവിടെ നല്ല വെറൈറ്റി പച്ചമാങ്ങ നാരങ്ങകളൊക്കെ കിട്ടും. അപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ടിരിക്കുകയാണ്. വരട്ടെ ഞാൻ കാണിക്കാം. നല്ല ടേസ്റ്റാണ്. എന്നാൽ ഈ അടുത്തിടെ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കുടിച്ചു. അങ്ങനെ ഇഷ്ടമായിട്ട് ഇവിടെ തന്നെ വന്നതാണ്. ഇത്രയും വെറൈറ്റീസ് ഉണ്ട്. മാംഗോ ലൈം, ഓറഞ്ച്, പൈനാപ്പിൾ, ഇതെല്ലാം ലൈം ജ്യൂസ് വെറൈറ്റികളാണ്. സോ അതാണ് കൊണ്ട് നല്ല കളറല്ലേ, രസമുള്ള കളർ. നല്ല പർപ്പിൾ കളർ. ഇത് മുന്തിരി, മുന്തിരിയാണോ? പേരയ്ക്ക എന്തേതാ അവളുടെയാ? അതൊക്കെ കാണിച്ചേ, ടേസ്റ്റ് ചെയ്താ എനിക്ക്. ആ പേരയ്ക്ക ജസ്റ്റ് പേരയ്ക്ക കൊള്ളാമെന്ന് നോക്കട്ടെ. ഇത് മാംഗോ. നിറഞ്ഞ് വെള്ളം കുടിച്ച് എനിക്ക് മുന്തിരിയായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ കിട്ടിയതിനകത്ത് അതാ മുന്തിരി. തിരിച്ചങ്ങനെ വീട്ടിൽ വന്നു. നല്ലൊരു ഹാപ്പി ഡേ ആണ്. ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ മാക്സിമം എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വെഡ്ഡിങ് ഡേ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.